നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മൾ കേരളത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇടത് ഹിന്ദുത്വ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമായത്തെ ഇസ്ലാമിക്കെതിരെയുള്ള അതിശക്തമായ വിമർശനങ്ങൾ തുടങ്ങിയപ്പോൾ അതിനെതിരായി മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളിൽ നിന്ന്, CPM വിരുദ്ധ മുസ്ലിം സംഘടനകളിൽ നിന്ന് നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു പദപ്രയോഗമാണ് ഇടത് ഹിന്ദുത്വം. ജമായത്തെ ഇസ്ലാമിയെയും മുസ്ലിം വിഭാഗത്തിലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെയും CPMഉം മുഖ്യമന്ത്രിയും കടന്നാക്രമിക്കുമ്പോൾ അവർ അതിനെ പ്രതിരോധിക്കുന്നത് ഇപ്പോൾ CPM ഇടത് ഹിന്ദുത്വയുടെ വക്താക്കളായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വരുമ്പോൾ CPMന്റെ പരാജയം സമ്പൂർണമായി എന്ന് ഉറപ്പുവരുത്തി കഴിയുമ്പോൾ ഇവിടെ ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം CPMന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി നൽകിയോ എന്നാണ് എല്ലാവരും പരിശോധിക്കുന്നത്. ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗം CPMന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അതുവഴി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൻ്റെ വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്താനും CPMഉം പിണറായി വിജയനും കരുക്കൾ നീക്കിയിരുന്നു. അത് വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് സമ്മാനിച്ചു എന്നാണ് പരാജയത്തിന് ശേഷമുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ. ഇടത് ഹിന്ദുത്വ എന്ന് വച്ചാൽ മൃദു ഹിന്ദുത്വം ഇടതുപക്ഷവും CPMഉം കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വവാദികളോടൊപ്പം ഇടതുപക്ഷവും CPMഉം നിലകൊള്ളുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് CPMനെതിരെയും സർക്കാരിനെതിരെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത്. അതിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയും CPMഉം പിണറായി വിജയനെ ആവോളം പ്രോത്സാഹിപ്പിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ അത് ഓരോ ദിവസവും അതിൻ്റെ തീവ്രത കൂടിക്കൂടി വരികയായിരുന്നു. അപ്പോൾ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ അരുത് എന്നൊരു വാക്ക് പറയാൻ CPMൽ നിന്നോ ഇടതുമുന്നണിയിൽ നിന്നോ ആരും ഉണ്ടായില്ല. അതിൻ്റെ ഫലമായി ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും CPMനെ കൈവിട്ടു. അപ്പോൾ ഇടത് ഹിന്ദുത്വ എന്ന പൊളിറ്റിക്കൽ തന്ത്രം CPMനെ തിരിച്ചടിച്ചു എന്ന് വേണം ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ. CPMഉം പിണറായി വിജയനും ഇടതുപക്ഷവുമെല്ലാം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളെ തങ്ങളുടെ കീശയിലാക്കാൻ വേണ്ടി ഇടത്തു പ്രയോഗിച്ച ഇടത് ഹിന്ദുത്വം ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ പരാജയമടഞ്ഞിരിക്കുന്നു, തോൽവി അടഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ CPM വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പലപ്പോഴും സംഘാവ് എന്ന പ്രയോഗം തന്നെ മുസ്ലിം സംഘടനകളും UDFുമെല്ലാം, അല്ലെങ്കിൽ UDFിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സൈബർ അണികളുമെല്ലാം CPM സഖാക്കൾക്ക് നേരെ ഉയർത്തിയിരുന്നു. സംഘാവ് എന്നാൽ സഖാവ് പ്ലസ് സംഘി എന്നർത്ഥം. ഇത്തരത്തിൽ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധം, മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളി നടേശനെയും കൂടെ കൂട്ടി യാത്ര ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായത് CPMന് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെ ഇടത് ഹിന്ദുത്വം, ഇടതുപക്ഷത്തിൻ്റെ ഹിന്ദുത്വം, അത് BJPയുടെ ഹിന്ദുത്വമല്ല, ഇടതുപക്ഷത്തിന് ഒരു സ്വന്തമായൊരു ഹിന്ദുത്വം ഉണ്ടെന്നും ആ ഹിന്ദുത്വത്തിൽ കൂടി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താമെന്നും വെള്ളാപ്പള്ളി നടേശനെ പോലെ ആൾക്കാരെ അതിനുവേണ്ടി നന്നായി ഉപയോഗിക്കാമെന്നും CPM മനസ്സിലാക്കിയതിൻ്റെ ഫലമായി രൂപമെടുത്ത ഈ ഇടത് ഹിന്ദുത്വം ഈ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഇതിനെക്കുറിച്ച് തോമസ് ഐസക്കിനെ പോലുള്ള ആൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പിടുകയും ചെയ്തു, പാർട്ടിയുടെ ഈ തന്ത്രം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ഈ ഇടത് ഹിന്ദുത്വത്തിൻ്റെ ചരമഗീതമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. CPMനും ഇടതുപക്ഷത്തിനും ഒരിക്കലും ഒരു വർഗീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെ പുറകെ പോയി അവരുടെ ആളായി നിന്നൊരിക്കലും തെരഞ്ഞെടുപ്പുകളെ നേരിടാനോ വിജയിക്കാനോ കഴിയില്ല. ഇടതുപക്ഷത്തിന് CPMന് എപ്പോഴും അതിൻ്റേതായ ഒരു മതേതര സാംസ്കാരിക മുഖമുണ്ട്, പുരോഗമന മുഖമുണ്ട്. അത് കൈവെടിഞ്ഞാൽ അത് പിണറായി വിജയനായാലും ആരായാലും രാഷ്ട്രീയ തിരിച്ചടി ഏൽക്കുമെന്നുള്ള സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നതെന്നാണ് പിണറായിയെയും പിണറായിയുടെ ഈ വെള്ളാപ്പള്ളി സ്നേഹത്തെയും എതിർക്കുന്ന CPMകാർ പറയുന്നത്. ഏതായാലും ഇടത് ഹിന്ദുത്വ ചരമമടഞ്ഞു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് വ്യക്തമായി കഴിഞ്ഞു.